Hi friends, in this video we will do a sweet item or a dessert item. We will do Kesari, a sweet item. We will do As always, welcome back to the channel and I hope you guys are doing absolutely fine. Kesari തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ ഏലക്ക, നമുക്ക് നെയ്യ് വേണം, അത് നമ്മുടെ മിൽമയുടെ ഗീ ആണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. 1 കപ്പ് ഷുഗർ വേണം, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ റവയുടെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേമിയ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പിന്നെ നമുക്ക് ഫുഡ് കളറിൽ നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കളർ ഇപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. നമ്മളൊരു പാൻ വെക്കുക, അതിൽ ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ എല്ലാ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 3 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നമ്മുടെ നെയ്യ് ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് വറുത്തെടുക്കേണ്ടത്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റവ ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളത് ചെയ്യാം. റോസ്റ്റഡ് റവ എന്ന് വന്നാലും നമുക്ക് കുറച്ചൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് നമ്മുടെ റവ ഒരു ബ്രൗൺ കളർ, വളരെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വറുക്കുക. ഒത്തിരി ഫ്ലെയിമിൽ വറുത്തുണ്ടെങ്കിൽ അതിൻ്റെ കരിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതൽ. പ്രത്യേകിച്ച് നെയ്യ് ആകുമ്പോൾ ഔട്ട് ഓഫ് ടേസ്റ്റ് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ റവ ഒന്ന് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ വറുത്തെടുക്കാം. റവ നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്ത് മാറ്റി നമ്മൾ ഇറക്കി വെച്ചപ്പോൾ തണുക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ നമുക്ക് പാലൊഴിച്ച് 2 ഗ്ലാസ് പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. 2 ഗ്ലാസ് പാല് 1 ഗ്ലാസ് വെള്ളം. നമ്മൾ എടുത്തിരിക്കുന്ന റവയ്ക്ക് അത്രയും വേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്രയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് റവ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാല് നമുക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്ക് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഷുഗർ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം നമുക്ക് ചേർക്കാം. എനിക്കിപ്പോൾ 1 കപ്പാണ് മതിയോ. നമ്മളിപ്പോൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത 1 കപ്പിൽ നിന്ന് കുറച്ച് പഞ്ചസാരയും നമ്മുടെ ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഏലക്ക നല്ല രീതിയിൽ പെട്ടെന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം പഞ്ചസാര ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കളർ. നമ്മൾ ഈ പഞ്ചസാരയും കളറും പാലിൽ ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ റവ ഇടുമ്പോൾ ഈവനായിട്ട് നമുക്ക് എല്ലായിടവും കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കളർ കുറച്ച് പോരാൻ തോന്നണം, കുറച്ചും കൂടെ ഫുഡ് കളർ വേണ്ട, നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കളർ ചേർക്കുന്നതുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ റവയാണ്. റവ ചേർക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, റവ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഉണ്ടോ ഇപ്പോൾ നല്ലതുപോലെ വരുന്നത് സൂക്ഷിക്കുക, ദേഹത്ത് തെറിക്കരുത്. അപ്പോൾ ഇപ്പോൾ നല്ല ഇങ്ങനെ ലൂസായിട്ട് കിടപ്പോൾ ഇത് കട്ടിയായി വരും. നമ്മൾ ഉപ്മാവ് ചെയ്യുമ്പോൾ റവ അറിയാമല്ലോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലൂസായി കിടന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് അത് കട്ടിയായിട്ട് വരുന്നതല്ല. ഇപ്പോൾ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ എടുക്കാം. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം, ജസ്റ്റ് അല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കേക്കായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്ക് കുറച്ച് താല്പര്യം. അപ്പം നമ്മൾ അങ്ങനെ ചേർക്കുകയാണ്. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ നെയ്യ് നമുക്ക്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ട ഐറ്റം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചേക്ക് നമ്മുടെ
വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കപ്പലണ്ടി അത് വേണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ പാലില്ല എന്ന് കരുതി ആരും വിഷമിക്കാനൊന്നും വേണ്ട. നമ്മൾ സാധാരണ വെള്ളത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്താലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. എല്ലാം കറക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ നോക്കിയാൽ ടേസ്റ്റ് കറക്റ്റ് അവിടെ നിന്ന് അറിയാൻ പറ്റുള്ളൂ. സൂപ്പർ, എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേസരി സെർവ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പൂണിൽ കോരിയിട്ട് നമ്മളൊരു ബൗളിൽ ലേശം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് വേണമെന്ന് ജസ്റ്റ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്താൽ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എന്താ ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്യുക, നമ്മളൊരു ഇതേ കൂട്ടൊരു പ്ലേറ്റ് വെക്കുക, ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക ഇതേപോലെ സിമ്പിൾ. കണ്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തമ്പനെയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒന്നും ആവശ്യമൊന്നും നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോഴത്തേനും ഇല്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ അടുത്ത് മാറ്റി വെച്ചത് ജസ്റ്റ് ഒന്ന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് നമ്മുടെ കേസരി എന്ന് പറഞ്ഞാൽ. മുതിർന്നവർക്കും കഴിക്കാം. നെയ്യൊക്കെ നമ്മൾ കുറച്ച് കൺട്രോളിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മതി, പാൽ ഒഴിവാക്കിയിട്ടൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.